ഫ്രണ്ട്സ് ജങ്കുക്ക് സഡൻലി സമാധാനമാക്കി പ്രപ്പോസ് തരാൻ പോവാം പുതിയ അതെ ക്ലാസ്സിൽ പ്രപ്പോസ് വരാൻ പോവാം എന്നാ എല്ലാവരും ഒച്ചുണ്ടാക്കായിരുന്നു കുറച്ച് പറയുന്ന കേട്ടാൽ ജങ്കുക്ക് ഫ്രണ്ട്സ് ജോലി പോയിട്ട് സൈറ്റ് അടിക്കുകയായിരുന്നു ഇവർ ആരെ സൈറ്റ് അടിക്കണം ജങ്കുക്ക് നോക്കായിരുന്നു ശുദ്ധി പേരില്ല നോക്കുമ്പോൾ ജിമ്മിൻ വായൊന്ന് ആന്ന് വാന്ന് വായൊന്ന് നോക്കും സൈറ്റ് അടിക്കാൻ ഇവർക്ക് എന്ത് പറ്റി ഇവർ എവിടെയൊക്കെ നോക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഹീറോയിൻ്റെ വോയിസ് ഇത് കേട്ട് വോയിസ് എന്ന് പറഞ്ഞ ഹീറോയിനെ നോക്കി ജങ്കുക്ക് ഷോക്കായിരുന്നു എന്താ എന്ന് പറഞ്ഞു വാവ് അങ്ങനെ ഹീറോയിൻ നെയിം പറഞ്ഞു അങ്ങനെ എല്ലാവരും ബോയ്സ് നെയിം പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു കണ്ടുക്കാതിരുന്നു ഞങ്ങൾക്ക് ഷോക്കായി എന്താ കണ്ടുക്കില്ലല്ലോ എന്നെ അങ്ങനെ ഗേൾസിൻ്റെ നെയിം പറഞ്ഞു ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞു ഇനി ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ എൻട്രി അന്ന് മാത്രം ഹീറോയിൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ ഹീറോയിനെ നോക്കിയായിരുന്നു ഞങ്ങൾക്ക് ഷോക്കായിട്ട് ഹീറോയിൻ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി ഓക്കെ അങ്ങനെ ക്ലാസ് എടുക്കായിരുന്നു ഹീറോയിൻ അപ്പോൾ വി പറയുന്നു വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ അങ്ങനെ രവി പറയുന്നു അതെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ജിമ്മിന് പറയുന്നു ചാങ്കക്ക് ടെൻഷനായിരുന്നു ആന്ന് ടെൻഷനായി ചങ്കക്ക് രണ്ടുപേരും മുറിക്കായിരുന്നു ചങ്കക്ക് അങ്ങനെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഹീറോ ഇടന്ന് പോയിരുന്നു അതുകൊണ്ട് ചങ്കക്ക് തിരിഞ്ഞ് വീന ജിമ്മിനെ നോക്കായിരുന്നു എന്താണ് വെച്ചാൽ രണ്ടുപേരും ഹെയർ പിടിച്ച് വലിക്കായിരുന്നു നിങ്ങളെന്നിടാ നോക്കിയത് അതെടാ മച്ചാ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരുപോലെ സിംഗിളായിരുന്നോ ഞങ്ങളെല്ലാം ആരോളെ ക്രഷ് ചെയ്യാൻ പോകാമെന്ന് നിനക്ക് വൈഫുണ്ട് അതുകൊണ്ട് ജങ്കൊക്കെ പറയാൻ തുടങ്ങി മിണ്ടാതിരിക്കുന്നില്ല നിങ്ങൾ പോകാമെന്ന് പറഞ്ഞ സീക്രട്ട് പ്ലേസ് ഉണ്ടായിരുന്നു അത് ജങ്കൊക്ക് പറഞ്ഞ ജങ്കൊക്കും വന്നായിരുന്നു അങ്ങനെ ജങ്കൊക്ക് ആ പ്ലേസ് ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു ജങ്കൊക്ക് പറയാൻ തുടങ്ങി എടാ അതിൻ്റെ വൈഫ് കാണാനെന്ന് പറഞ്ഞാൽ ഇത് കേട്ട രണ്ടുപേരും നമ്മൾ ചിരിക്കാതെ എന്താടാ അവൾ നിങ്ങളിപ്പോൾ ഇല്ലടാ മച്ച എൻ്റെ വൈഫ് നിനക്ക് കൺഫേം ചെയ്യണടാ ശരിടാ നീ കൺഫേം ചെയ് ഓക്കേടാ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഹീറോയിങ്ങനെ നടന്നു പോയിരുന്നു അങ്ങനെ ഒരു ഗേൾ വന്നായിരുന്നു എൻ്റെ സീനിയർ മാം വിളിച്ചായിരുന്നു എന്നെ പറഞ്ഞു ഏത് മാം എൻ്റെ പ്രിയ മാം വിളിച്ചായിരുന്നു വാടാ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രണ്ട്സ് കൂടെ വന്ന് റൂമിൻ്റെ അകത്ത് പോയി അത് ഹീറോയിൻ നിങ്ങളുടെ ക്ലിവ തുറന്നിട്ടുണ്ട് വാതിൽ കുറച്ച് തുറന്ന് വാടാ നിങ്ങൾ കേട്ടോ ഞങ്ങൾക്ക് വന്നായിരുന്നു മാം അത് അങ്ങനെയുണ്ട് കോളേജ് ഇഷ്ടപ്പെട്ടു അവർക്ക് എന്താ ചോദിക്കുക ജങ്കോക്ക് എന്താ മാം ഓക്കെ മാം മുതലോ പറഞ്ഞു കേട്ടോ ഇന്ന് കുറച്ച് ഓഫീസിലേക്ക് ചേരുമ്പോൾ കുറച്ച് ലേറ്റാവും നീ മുമ്പ് പോയിക്കോ വീട്ടിൽ പോയിരുന്നോ ഞാൻ വരാം എന്നെ ജങ്കോക്ക് പറഞ്ഞു ജങ്കോക്ക് ഷോക്കായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ ജങ്കിനെ എടുത്ത് പിടിച്ച് ഒരു ലിപ്പിലൊരു കിസ് അടിച്ച് അങ്ങനെ എടുത്ത് പോയിക്കോന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ശരി ഇടാനൊക്കെയായി ഞങ്ങൾക്ക് വെളിയിൽ വന്നായിരുന്നു ഇത് രണ്ടുപേരും ഷോക്കായിരുന്നു മച്ചാ സത്യത്തിൽ എൻ്റെ വൈഫാടായി ഞങ്ങൾക്ക് ഒരു ജമീൻ പറയാൻ തുടങ്ങി ഇത് സത്യമായിടാ നമ്മൾ രണ്ട് കണ്ണിലും കണ്ടതിടാ എന്ന് പറഞ്ഞവർ എന്നായിട്ട് സമ്മതമാക്കിയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ കോളേജിൽ എല്ലാ ബോയ്സും ഹീറോയിനെ പുറകെ നടക്കാതെ ഡേയ്സ് പോകാൻ തുടങ്ങി ഞങ്ങൾക്ക് തലക്ക് ഏറിയാണ് ടെൻഷനായി 1 മന്ത് ലീവായിരുന്നു അതുകൊണ്ട് ഹീറോയിൻ വീട്ടിലാണ് ഉള്ളത് ഓക്കെ അങ്ങനെയായിട്ട് പറഞ്ഞു ഹീറോയിൻ അങ്ങനെ ഹീറോയിൻ എന്നിട്ടാണ് ജോലിയെല്ലാം കഴിഞ്ഞായിരുന്നു ഹീറോയിൻ ശരി ടയർഡാണെന്ന് കുളിച്ച് ബ്രഷ് ചെയ്ത് വരാൻ പറഞ്ഞു ഞങ്ങൾക്ക് റൂം കൊടുത്തായിരുന്നു ഹീറോയിൻ പാത തുറന്നിട്ടുണ്ടായിരുന്നു റൂമിന് ഞങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ തുറന്നകത്ത് വന്നു എനിക്ക് കുറച്ച് വിട്ട് ശരിയാവാനായിരുന്നു ഞങ്ങൾക്ക് വന്നായിരുന്നു അത് ഹീറോയിൻ റൂമിൻ്റെ അകത്ത് ജോലി ചെയ്തു തട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു തിരിഞ്ഞു നോക്കും ഹീറോയിനെ കണ്ടു ലാട്ടായി ഹീറോയിൻ ശരി ഓക്കെ ജിമ്മിൻ അല്ല ഞങ്ങൾക്ക് ലോക്ക് ചെയ്ത് വന്ന് ഇരുന്നായിരുന്നു അത് വന്നിട്ട് ഞങ്ങൾക്ക് ഹീറോയിനെ നോക്കായിരുന്നു ഈ ഡ്രസ് ചേഞ്ച് ചെയ്ത് മൊത്തം ഞങ്ങൾക്ക് നോക്കി ഞങ്ങൾക്ക് നോക്കിയായിരുന്നു നൈറ്റ് ഡ്രസ്സ് ഇട്ടായിരുന്നു അങ്ങനെ ആയിട്ട് ഹീറോയിൻ ഇതായിരുന്നു ഞങ്ങൾക്ക് ഷോക്ക് എപ്പോൾ വന്നു ജങ്കുക്ക് എന്ന് പറഞ്ഞാൽ ജങ്കുക്ക് ഹീറോയിൻ്റെ അടുത്ത് വന്ന് പിടിച്ച് എന്ത് ജങ്കു പറ്റി എന്ന് ഹീറോയിൻ കേട്ടായിരുന്നു നിങ്ങളെൻ്റെ വൈഫല്ലേ അതേടെ വൈഫാണ് ഇപ്പം എന്താ അത് സോറി എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഹീറോയിനെ പെട്ടെന്ന് കിസ് ചെയ്യുന്ന ഹീറോയ്ക്ക് ഷാക്ക് എന്ത് പറ്റി ഞങ്ങൾക്ക് അതിൽ പറഞ്ഞ ഹീറോയ്ക്ക് ഷാക്ക് എന്ത് ഞങ്ങൾക്ക് പറഞ്ഞു പ്ലീസ് എന്ന് പറഞ്ഞു ഓക്കെ എന്ന് ഹീറോയിൻ പറഞ്ഞായിരുന്നു
അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടന്നത് ഞങ്ങൾക്ക് ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോയിനെ ടോർച്ചർ പീരീഡ് അതായത് ഹീറോയിന് പീരീഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്യാരേജ് ആയി തുടങ്ങി. കോളേജിലായങ്ങനായിട്ട് ഇങ്ങനെ ഹീറോയിന് റൂമിൽ വന്നു. അതായത് ഹീറോയിൻ റൂമിൽ വന്ന് ഹീറോയിനെ നോക്കിയിട്ട് ഒരുമാതിരി നോക്കിയിട്ട് പോകായിരുന്നു. ഇത് ഹീറോയ്ക്ക് ഒന്നും ശ്രദ്ധിക്കില്ല. ഇതിലൊരു പ്രൊഫസർക്ക് ഹീറോയിൻ മേലെ കണ്ണുണ്ടായിരുന്നു. ആ പ്രൊഫസർക്ക് മനസ്സിലായി ഒരു വേള ഇവൻ ഇങ്ങനെ നോക്കുന്നത് ശരിയില്ല. ജംഗിൾക്കൊരു മിരട്ടിയാണ്. ജംഗിൾക്ക് ടെൻഷനായിരുന്നു. അയ്യോ എന്ത് ചെയ്യാനറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ജംഗിൾക്ക് ഹീറോയിനെ എതിർ പ്രൊപ്പോസ് ചെയ്തു. ആ പ്രൊപ്പോസർ ഹീറോയിൻ റിജക്ട് ചെയ്യുന്നു. സോറി സാർ, എനിക്ക് ഓൾറെഡി മാരേജ് ആയി സാർ എന്ന് ഹീറോയിൻ പറയുന്നത്. എന്ന് ഹീറോയിൻ ഷോക്ക്. ഹസ്ബൻഡാരോ അത് പറയാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയിരുന്നു. ആ പ്രൊഫസർ ടെൻഷൻ എപ്പോൾ നമുക്ക് ഡങ്ങൾ കുഞ്ഞ് വെച്ച് ടോർച്ചർ ചെയ്യായിരുന്നു. ഒരു വെളി ഇവനായിട്ട് കാണാൻ സമയമായിട്ടുണ്ട്. അത് ഹീറോയിനെ ഞങ്ങൾക്ക് വെച്ച് ടോർച്ചർ ഇത് ജ്യൂസ് ഹീറോയ്ക്ക് ടെൻഷനായി അവനെ പിടിച്ച് കിഡ്നാപ്പ് അവനെ മിരട്ടി വിട്ടായിരുന്നു. കുറച്ച് ബോഡിഗാർഡ് വന്ന് അവനെ മിരട്ടി അവനെ വേറെ കോളേജിൽ അയക്കായിരുന്നു. അവനക്ക് പേടിയായിരുന്നു. അങ്ങനെയായിട്ട് അവൻ്റെ വൈഫൊക്കെ അറിഞ്ഞായിരുന്നു. അവൻ്റെ വൈഫിനെ മിരട്ടിയായിരുന്നു. അവനെ കുറച്ച് വെട്ടിയായിരുന്നു. അതുകൊണ്ട് അവനക്ക് അറിയില്ലായിരുന്നു ആരെ മിരട്ടിയത് എന്തെന്തോ. അങ്ങനെയായിട്ട് അവൻ്റെ വൈഫ് കൊടുത്തോണ്ട് അവന് വേറെ നാട്ടിലേക്ക് പോയായിരുന്നു. അങ്ങനെ ഹീറോയി ജോലിയായിട്ട് ഞങ്ങൾക്ക് കൂടെ ഇരുന്നായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പെണ്ണിട്ടായി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ പെണ്ണിട്ടായോ എന്ന് പറഞ്ഞായിരുന്നു. ജംഗൊക്കെ നോക്കുമായിരുന്നു. ജംഗൊക്കെ ഒരുമാതിരി ഹീറോയെ നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് അയ്യോ ഇപ്പം എന്താ ജംഗോ ഇല്ല ഇപ്പം ബേബി ഉണ്ടോ അങ്ങനെ ഹീറോയിനെ ക്യാരി ചെയ്ത് ഇപ്പോൾ ബേബി കുറേ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെയാണ്. ഇനി ഞങ്ങൾക്ക് വേണ്ട പ്രശ്നമില്ല. ഡോക്ടറോട് ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഹീറോയ്ക്കൂടെ ക്ലോസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഹീറോയിനെ ടോർച്ചർ ചെയ്യുന്നതിന് ഹീറോയ്ക്ക് ടെൻഷനായി ഞങ്ങൾക്ക് ഡ്രാന്ന് പറയായിരുന്നു. ഞങ്ങൾക്ക് ഞാൻ വിട്ടാലിരുന്നെന്ന് പറഞ്ഞു ഹീറോയിനെ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ഹീറോയിനെ നന്നായിട്ട് ഞങ്ങൾക്ക് സ്കാനിങ്